ഹലോ വെൽക്കം. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എക്സാമിന് പഠിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. നോക്കിക്കോളൂ നിങ്ങൾ. ഫസ്റ്റ് നമുക്ക് വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇതിൽ പഠിച്ചു വെക്കണം. നിങ്ങൾക്കറിയാം വാട്ട് ഈസ് വേവ് ഫ്രണ്ട്? ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് ഹാവിംഗ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ ലോക്കസിനെയാണ് വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുക. അത് പോയിന്റ് സോഴ്സ് ആണെങ്കിൽ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണെന്നും, ലീനിയർ സോഴ്സ് ആണെങ്കിൽ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണെങ്കിലും, ഇൻഫിനിറ്റി സോഴ്സ് ഓർ പാരലൽ ലൈറ്റ് ആണെങ്കിൽ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണെന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇക്വേഷൻ ആണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്, രണ്ട് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് A1ഉം A2ഉം, ആ രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് തീറ്റയും അല്ല ഫൈയും ആണെങ്കിൽ അവർ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് കാണാൻ ഇക്വേഷൻ എന്താ? റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് ഫൈ ആ. നിങ്ങൾക്കറിയാം അല്ലേ? യെസ്. അത് ഇനി റിസൾട്ടന്റ് ഇന്റൻസിറ്റിയിലേക്ക് നമുക്ക് പോവാണ്. നമുക്കറിയാം ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അതിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ, നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി കാണാൻ ഇക്വേഷൻ എന്താ? I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 കോസ് ഫൈ ആയിരിക്കും അല്ലേ? യെസ്. അതുപോലെ സ്പെഷ്യലി നിങ്ങൾക്ക് രണ്ടിന്റെയും ഇന്റൻസിറ്റി സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി കാണാൻ 4i കോസ് സ്ക്വയർ 5/2 എന്ന് എടുക്കാം. പക്ഷെ ഇന്റൻസിറ്റി ഡിഫറന്റ് ആണെങ്കിൽ നമ്മൾ മേലെ പറഞ്ഞ I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 കോസ് 5 തന്നെ എടുക്കണം. ഇനി നമുക്കറിയാം വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ മാക്സിമം ഇന്റൻസിറ്റി? റൂട്ട് I1 പ്ലസ് റൂട്ട് I2 ഹോൾ സ്ക്വയർ ആണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് മിനിമം ഇന്റൻസിറ്റി? റൂട്ട് I1 മൈനസ് റൂട്ട് I2 ഹോൾ സ്ക്വയർ ആണ് അല്ലേ? ഇനി നമുക്കറിയാം റിലേഷൻ ബിറ്റ്വീൻ ഫേസ് ഡിഫറൻസ് ആൻഡ് പാത്ത് ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? എന്തായിരുന്നു? ഫൈ ഈക്വൽ ടു 2π ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇതൊക്കെ അറിയാവുന്നല്ലേ? അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്തു വെക്കേണ്ടത്. ഇനി നിങ്ങൾക്കറിയാം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ് കാണിച്ച എക്സ്പെരിമെന്റ് ആണ്, അല്ലെങ്കിൽ തെളിയിച്ച എക്സ്പെരിമെന്റ് ആണ് എന്ത്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇവിടെ നമ്മളെ രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ഡി. നമ്മുടെ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ മാക്സിമയിൽ നിന്നും എന്നാമത്തെ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എൻ ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. അത് നമ്മുടെ ആംഗുലാർ ഡിസ്റ്റൻസ് ആവുമ്പോ ക്യാപിറ്റൽ ഡിയെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ എന്ത് വരും? സൈൻ തീറ്റ ബ്രൈറ്റ് ബാൻഡ് എന്താ? എൻ ലാംഡ ബൈ സ്മോൾ ഡി ആണ് അല്ലേ? യെസ്. ഇനി ഡാർക്ക് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താ? 2n മൈനസ് 1 ലാംഡ ഡി ബൈ 2 ടൈംസ് സ്മോൾ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഡാർക്ക് ബാൻഡിലേക്കുള്ള ആംഗിളിന്റെ ഇക്വേഷൻ എന്താ? സൈൻ തീറ്റ ഡാർക്ക് ബാൻഡ് ഈക്വൽ 2n മൈനസ് 1 ലാംഡ ബൈ 2 ടൈംസ് സ്മോൾ ഡി ആണ് അല്ലേ? ഇനി എന്തായിരുന്നു ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ? നമ്മളെ ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ആണ്. ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ആണെങ്കിലോ ലാംഡ ബൈ സ്മോൾ ഡി ആണ്. ഇഫ് ആംഗിൾ ഈസ് വെരി സ്മോൾ, ആ കിട്ടുന്നത് നമുക്ക് റേഡിയനിലായിരിക്കും അല്ലേടാ? യെസ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മീഡിയത്തിൽ എയറിന് പകരം മറ്റൊരു മീഡിയത്തിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നടക്കുകയാണെങ്കിൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി. എയറിലെ എന്താണ് വേവ് ലെങ്ത്തിന്റെ ബൈ ലാംഡയായിരിക്കും മീഡിയത്തിലെ വേവ് ലെങ്ത്. അപ്പൊ എല്ലാ ഇക്വേഷനിലും അടിയിലൊരു മ്യൂ എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ടേമും കൂടെ ആലോചിച്ചാൽ മതി. നോക്കിക്കോളൂ, ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഇക്വേഷൻ എന്താവും? എൻ ലാംഡ ക്യാപിറ്റൽ ഡി ബൈ മ്യൂ ടൈംസ് സ്മോൾ ഡി എന്ന് വരും അല്ലേ? ഡാർക്ക് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസോ 2n മൈനസ് 1 ലാംഡ ക്യാപിറ്റൽ ഡി ബൈ 2 ടൈംസ് മ്യൂ ഡി എന്ന് വരും. ബാൻഡ് വിഡ്ത്തോ ലാംഡ ക്യാപിറ്റൽ ഡി ബൈ മ്യൂ ടൈംസ് സ്മോൾ ഡി എന്ന് വരും. അഥവാ എയറിലെ ബാൻഡ് വിഡ്ത്ത് ബൈ മ്യൂ ചെയ്താൽ നമുക്ക് എവിടുത്തെ ബാൻഡ് വിഡ്ത്ത് കിട്ടും? മീഡിയത്തിലെ ബാൻഡ് വിഡ്ത്ത് കിട്ടും അല്ലേ? എയറിലെ ബാൻഡ് വിഡ്ത്ത് ബൈ മ്യൂ ചെയ്താൽ we will get the bandwidth in medium. ക്ലിയർ അല്ലേടാ? സോ ദിസ് ഈസ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഇൻ എ മീഡിയം. ഇനി നമുക്ക് അടുത്തത് പറയാം. വൈറ്റ് ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരുന്നു നമ്മുടെ പ്രത്യേകത? സെൻട്രൽ മാക്സിമം വൈറ്റ് ആയിരിക്കും, അതിന് ചുറ്റുമുള്ള ബാക്കി ബാൻഡ്സ് എല്ലാം ഡിഫറന്റ് കളേർഡ് ആയിട്ടുള്ള ബാൻഡുകളെയാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ പറഞ്ഞാൽ എന്താ? ദ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് യൂസിങ് വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ സെൻട്രൽ മാക്സിമം എന്ത് കളറിലായിരിക്കും? വൈറ്റിലായിരിക്കും. ആൻഡ് സറൗണ്ടഡ് ബൈ
ഡിഫറെന്റ് കളേർഡ് ഫ്രിഞ്ചസ്. പിന്നെ എന്തുണ്ടാവും? ചുറ്റും എന്തുണ്ടാവും? ഡിഫറെന്റ് കളേർഡ് ആയിട്ടുള്ള ഫ്രിഞ്ചുകൾ ഉണ്ടാവും അല്ലേ? സോ ദാറ്റ് ഈസ് വൈ DSC യൂസിങ് വൈറ്റ് ലൈറ്റ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തതാണ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഡിഫ്രാക്ഷനിലെ ഇക്വേഷൻ ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇന്റർഫറൻസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആലോചിച്ചാൽ മതി. അവിടെ ബ്രൈറ്റ് ബാൻഡിലെ ഇക്വേഷൻ n λd/d അല്ലേ? അതോടെ ഡാർക്ക് ബാൻഡിലേക്ക് മാറും. ഇവിടെ ഒരു മാറ്റം ഉണ്ട്. അവിടെ രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു സ്മോൾ d. ഇവിടെ സ്ലിറ്റുകളിൽ ഒറ്റ സ്ലിറ്റ് ഉണ്ടാവുള്ളൂ. സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് ഡിഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ലിറ്റിന്റെ വിഡ്ത്ത്. അതാണ് ഇവിടുത്തെ എന്തെന്ന് പറഞ്ഞാൽ a എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ മാക്സിമ അഥവാ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം സെൻട്രൽ മാക്സിമ ടു nth ബ്രൈറ്റ് ബാൻഡ് അഥവാ ബ്രൈറ്റ് ബാൻഡിനെ വിളിക്കുന്ന പേരാണ് മാക്സിമ. അതെന്തായിരിക്കും? അവിടുത്തെ ഡാർക്ക് ബാൻഡിന്റെ റിലേഷൻ ആയിരിക്കും. അവിടെ 2n-1 ഉള്ളോട്ട് ഇവിടെ എന്താവും? 2n+1 ആവും. ഇവിടെ ബ്രൈറ്റ് ബാൻഡിലേക്കുള്ള ഇക്വേഷൻ എന്താ വരിക? 2n+1 ലാംഡ ക്യാപിറ്റൽ D ബൈ 2 ടൈംസ് സ്മോൾ a ആയിരിക്കും. ആംഗുലാർ വിഡ്ത്ത് ആവുമ്പോൾ ക്യാപിറ്റൽ D ഒഴിവാക്കിയാൽ മതി. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ഡിസ്റ്റൻസ് ഫ്രം സെൻട്രൽ മാക്സിമ ടു nth ഡാർക്ക് ബാൻഡ്. ഡാർക്ക് ബാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? n ലാംഡ ക്യാപിറ്റൽ D ബൈ അവിടുത്തെ ബ്രൈറ്റിന്റെ ഇക്വേഷൻ ആയിരിക്കും. അത് ആംഗുലാർ ആവുമ്പോൾ എന്താവും? സൈൻ തീറ്റ ഈക്വൽ ലാംഡ n ലാംഡ ബൈ a ക്യാപിറ്റൽ D. വേണ്ട, സെറ്റ് അല്ലേ? യെസ്. അടുത്തതാണ് വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ. സെൻട്രൽ മാക്സിമന്റെ വിഡ്ത്ത് കാണാൻ ഇക്വേഷൻ എന്താണ്? 2 lambda d by a ആണ്. That is the width of central maxima. In case some of the questions you will get capital D as focal length. അപ്പോൾ ഫോക്കൽ ലെങ്ത് ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ക്യാപിറ്റൽ D ആക്കി എടുക്കേണ്ട ആരെയാണ്? ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്തിനെയാണ്. ഓക്കെ, യെസ്. അടുത്തതാണ് പോളറൈസേഷൻ. പോളറൈസേഷൻ അറിയില്ലേ? എല്ലാ ഡയറക്ഷനിലും വൈബ്രേഷൻ ഉള്ളതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ വൈബ്രേഷനിലാണ് എന്ത്? പോളറൈസ്ഡ് ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ മാളസ് ലോ അറിയാം. വാട്ട് ഈസ് മാളസ് ലോ? ഒരു അനലൈസറിലേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി I ആണെങ്കിൽ ഈ രണ്ട് ഈ അനലൈസറും അതിന്റെ മുന്നേ ഉള്ള പോളറൈസറും തമ്മിലുള്ള ആംഗിൾ തീറ്റയുമാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്തായിരിക്കും? I cos സ്ക്വയർ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു പോളറൈസേഴ്സ് അല്ലേ? യെസ്, അതാണ് മാളസ് ലോ. I is equal to I0 cos square theta. Then what is Brewster's law? Refractive index equal to tan of the Brewster's angle. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക്. പിന്നെ നിങ്ങൾക്ക് അറിയാം ബ്രൂസ്റ്റേഴ്സ് ആംഗിളിന്റെ വാല്യൂ എന്തിന്റെ ഇടയിലായിരിക്കും? 45 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലായിരിക്കും അല്ലേ? യെസ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് tan ഓഫ് ദ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഈക്വൽ എന്തേക്കാരം? 1/sin ഓഫ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ അല്ലടാ? സോ ഇത്രയാണ് നമുക്ക് വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ്. ഓക്കേടാ? സോ ബൈ.